ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന ഇൻകത്തിനെ കുറിച്ചിട്ട് പഠിച്ചു. അതുപോലെ തന്നെ ഡിവിഡൻറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ക്യാഷ് ഇൻകത്തിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗിഫ്റ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്, ഗിഫ്റ്റ് റിസീവ്ഡ് ആർ ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് റെസിപ്പിയൻറ്റ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ മറ്റാർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അയാൾ അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണോ വേണ്ടേ? അതാണ് ഈ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്, ഗിഫ്റ്റ് റിസീവ്ഡ് ആർ ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് റെസിപ്പിയൻറ്റ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗിഫ്റ്റാണുള്ളത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഗിഫ്റ്റ് ഫ്രം ഇൻകം ടാക്സ് പേർപ്പസ്. ദേ ആർ ടാക്സബിൾ ഗിഫ്റ്റ് ആൻഡ് എക്സംപ്റ്റഡ് ഗിഫ്റ്റ്. ടാക്സബിൾ എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഗിഫ്റ്റ്, എക്സംപ്റ്റഡ് ഗിഫ്റ്റ് പറയുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടാത്ത ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഗിഫ്റ്റ് മേ ബി ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വരില്ല, മേ ബി അല്ല, ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, എക്സംപ്റ്റഡ് ഗിഫ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എക്സംപ്റ്റഡ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ കുറച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ്. അതായത് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ദർ ഈസ് നോ ലിമിറ്റ് സ്പെസിഫൈഡ് ഫോർ എമൗണ്ട് ഓഫ് ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ റിലേറ്റീവ്സ്. ഹെൻസ് എനി എമൗണ്ട് റിസീവ്ഡ് ബൈ റിലേറ്റീവ്സ് ഈസ് നോട്ട് ടാക്സബിൾ. അതായത് എത്ര രൂപ തന്നെ കിട്ടിയാലും നമുക്ക് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഗിഫ്റ്റ് അങ്ങനെ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ്, അതായത് ഇങ്ങനെ വല്യമ്മേൻ്റെ ചെറിയ അങ്ങനെ 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 കുറേ ദൂരെയുള്ള റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, നമ്മുടെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന്, നമ്മുടെ ബ്രദർ ഇൻലോയുടെ കയ്യിൽ നിന്ന്, സിസ്റ്റർ ഇൻലോയുടെ, ഫാദർ ഇൻലോയുടെ, മദർ ഇൻലോയുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് അത് പറയുന്നത്. പിന്നെ ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് ദി മാരേജ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് എൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ഓൺ ദി ഒക്കേഷൻ ഓഫ് ദി മാരേജ് ഈസ് ടാക്സ് ഫ്രീ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ റെസിപ്പിയൻറ്റ്. ഓക്കെ, അതായത് എൻ്റെ കല്യാണത്തിന് എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ്. ഇഫ് യുവർ ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഓർ എനി അതർ പേഴ്സൺ മെയ്ഡ് ഓഫ് ഗിഫ്റ്റ് ഓൺ മാരേജ് വിൽ നോട്ട് ടാക്സബിൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് എനി സം ഓഫ് മണി ഓർ എനി പ്രോപ്പർട്ടി ഈസ് റിസീവ്ഡ് അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ് ഇറ്റ് ഈസ് ടോട്ടലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതായത് അനന്തരാവകാശികൾക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഗിഫ്റ്റായിട്ട് നമ്മുടെ അനന്തരാവകാശികൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്. പിന്നെ ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് ദി പേയർ. അതായത് അതായത് ലൈക്ക് ഇപ്പോൾ വയ്യാണ്ടായാൽ നമുക്കറിയുന്നുണ്ടായിരിക്കുമല്ലോ, ആക്കിനെ മരിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മരിക്കാനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ മരിക്കാനായെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ സ്വത്ത് വകകളൊക്കെ എന്നെ നോക്കുന്ന ഒരാളുടെ പേരിൽ ഞാൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റുകളും അതും നമ്മൾ ഗിഫ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റ് നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എനി സം ഓഫ് മണി ഓർ എനി പ്രോപ്പർട്ടീസ് റിസീവ്ഡ് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഈസ് ഓൾസോ എക്സംപ്റ്റ് ഫ്രം ഗിഫ്റ്റ് ടാക്സ്. അയാൾ മരിച്ചിട്ടില്ല, പക്ഷെ അയാൾക്കറിയാം ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, എ ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് മീൻസ് വെൻ മെൻ ഹു ഈസ് ഇൽ ആൻഡ് expected to die shortly because of his illness give his movable property possession to another to keep as gift in case of he will die because of that illness. അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവണം എൻ്റെ അസുഖമൊക്കെ കാരണം ഓക്കെ ഞാൻ മരിക്കാനായിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഉള്ളിൽ നിന്നൊരു വിളി വരില്ലേ. ഓക്കെ, അങ്ങനെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എന്നെ നോക്കുന്ന ആരുടെയും പേരിൽ ഞാനത് എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്വത്ത് ഗിഫ്റ്റിന് ഞാൻ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനല്ല, ആ കിട്ടുന്ന വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എനി ലോക്കൽ അതോറിറ്റി, ട്രസ്റ്റ് ഓർ യൂണിവേഴ്സിറ്റി ദർ ഈസ് നോ tax liability occur when any amount received from local authority, trust or university as a gift, hence recipient is not liable to പേ ടാക്സ് ഓൺ സച്ച് ഗിഫ്റ്റ്. അതായത്
എന്തെങ്കിലും ലോക്കൽ അതോറിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ട്രസ്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും എമൗണ്ട് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ എന്തടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മേ ബി അല്ല, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു ഹെഡിങ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിവിഡൻറ്റ് പറഞ്ഞു, പിന്നെ ക്യാഷ്വൽ ഇൻകം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, the term security has not been defined by the Income Tax Act, but the term security generally mean document acknowledging the debt taken by the government or some other establishment from general public. അതായത് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഏറ്റെടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റാണ് എന്ത് പറയുന്നത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൽ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, നോൺ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതായത് നമുക്ക് ഓരോന്ന് 4 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ദിസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 15. അതായത് ഈ ടാക്സ് ഫ്രീ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആയിരിക്കും അത്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഞാൻ എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ദിസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഓക്കെ, അതാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഞാൻ എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, These securities are either by central or state government. These are taxable securities, but no tax is deducted at source on such a security. Hence, the interest on such security will not be grossed up. അതായത് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസും ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ എമൗണ്ടിനും നമ്മൾ എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ആക്ച്വലി ദ സെക്യൂരിറ്റീസ് ആർ നോട്ട് ടാക്സ് ഫ്രീ. ദ ടാക്സ് ഓൺ ദി ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി കമ്പനി വിച്ച് ഇഷ്യൂ ദ സെക്യൂരിറ്റീസ്. അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി അല്ല, അതാണ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ടാക്സ് ഫ്രീയും ആകാം, നോ ടാക്സ് ഫ്രീയും ആകാം. അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ്റിലോട്ട് കമ്പനി എന്തടച്ചിട്ടുണ്ടായിരിക്കും, ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ല, ഇത് സെക്യൂരിറ്റീസ് ആർ ടാക്സബിൾ സെക്യൂരിറ്റീസ്, ടാക്സബിൾ ആണ്. അപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ എന്തടക്കേണ്ട ആവശ്യമുണ്ട്, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഈ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ അതിൽ കുറച്ച് ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചാൽ നല്ലതായിരിക്കും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് തന്നെ ഫോർ ഓൾ SSC എല്ലാവർക്കും വേണ്ടിയുള്ളതുണ്ട്, പിന്നെ ഇൻഡിവിജ്വലിന് വേണ്ടി മാത്രമുള്ളതുണ്ട്. അതാണ് ഈ 3 എണ്ണം. പിന്നെ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ഇത്രയുണ്ട്. പഠിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞില്ല, അതായത് ഈ തിയറി പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.